ഇന്ന് നമ്മൾ ഡോണറ്റാണ് ആക്കുന്നത്. അതിന് 3 കപ്പ് മൈദ. ഈ കപ്പിന് 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദ ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 6 സ്പൂണ് പാൽപ്പൊടി ഇതിനാവശ്യം. 3 സ്പൂൺ ഇട്ടു. 4 5 6 സ്പൂണ് പാൽപ്പൊടി. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അതും അതേ സ്പൂണിൽ തന്നെ ഒരു 6 സ്പൂണ് പഞ്ചസാര. സ്പൂണ് പഞ്ചസാരയും ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. അതൊരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് മതിയാവും. അതും ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ഉപ്പ്. അതും ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് മതിയാവും. അതും കൂടി ഇതിലേക്കിട്ടു. ഇനി ഒരു മുട്ട കൂടി വേണം. ഒരു മുട്ടയും ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇനി ഇതിലേക്ക് വേണ്ടത് പാല്. കുറച്ച് പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. പാല് തന്നെ ഉപയോഗിച്ചിട്ടും ഇത് ഫുള്ള് മിക്സ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് പാല് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇളം ചൂടുവെള്ളം. ഇനി പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമില്ല. കുഴച്ച് വെച്ചു. ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞു. 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾ ഇതേപോലെ പരത്തി ഒരടപ്പ് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? അങ്ങനെ എല്ലാം പരത്തി റെഡിയാക്കി വെച്ചു. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരണം. ഇങ്ങനെ വറുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. വറുത്ത് വെച്ച് ഇത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. കുറച്ച് പാൽ ഒഴിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഓരോന്നും അതിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. ഓരോന്നും ഡിപ്പ് ചെയ്ത് അങ്ങനെയെല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും.